നമസ്കാരം. വിശാലാക്ഷൻ VC അശോക് എഴുതി KK ഹരിദാസ് സംവിധാനം ചെയ്ത കൊക്കരക്കോ എന്ന സിനിമയിലെ ഒരു കഥാപാത്രമാണ് വിശാലാക്ഷൻ. ഇന്ദ്രൻസ് ചെയ്ത കഥാപാത്രം. കൊക്കരക്കോ പലതവണ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോഴൊക്കെ എനിക്ക് തോന്നിയൊരു കാര്യമുണ്ട്. വിശാലാക്ഷനാണ് ആ സിനിമയിലെ നായക നടൻ എന്നൊരു തോന്നൽ. വിശാലാക്ഷൻ്റെ പ്രണയമാണ് ആ സിനിമയുടെ ശരിക്കുള്ള കഥ. എന്നാൽ സാമ്പ്രദായിക നായകന് വേണ്ടി വിശാലാക്ഷൻ്റെ കഥ കഴിഞ്ഞും സിനിമ കുറച്ചുനേരം വിജയകുമാറിൻ്റെ നായകന് വേണ്ടി മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. വിശാലാക്ഷൻ്റെ കാമുകി വത്സലയാണ് ഗായത്രി വർഷ ചെയ്ത കഥാപാത്രം. എന്തെല്ലാം ആക്ഷേപശരങ്ങൾ വിശാലാക്ഷനെ ഏറ്റുവാങ്ങിയെന്നറിയോ? കണ്ടാൽ കൊക്കിനെ പോലെ ഇരിക്കും, കുറുക്കൻ്റെ ലക്ഷണമാണ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആക്ഷേപശരങ്ങൾ ഏറ്റുവാങ്ങിയ വിശാലാക്ഷൻ്റെ പ്രണയം ഒരു സത്യമാണ്. അതാണ് അയാളെ ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് നയിക്കുന്നത്. ഒരിക്കൽ അവൻ പ്രണയത്തിൻ്റെ രക്തസാക്ഷിയാകുന്നുണ്ട്. നാട്ടുകാരുടെ ചതിക്കിരയായി കോഴിക്കള്ളനാക്കപ്പെട്ടു. ഒരു രാത്രി പ്രണയിനിക്ക് വേണ്ടിയുള്ള യാത്രയ്ക്കിടെ അവൻ പിടിക്കപ്പെട്ടു. കോഴിക്കള്ളനായി. അടുത്തുനിന്ന് അവൻ്റെ ഡയറിയും കണ്ടെടുത്തോടെ ആ ചതി ആൻറ്റി ക്ലൈമാക്സിൽ എത്തി. കാമുകി പോലും നിസ്സഹായായി. എന്നാൽ ഒടുവിൽ എല്ലാ പ്രതിബന്ധങ്ങളുടെയും അവസാനം വിശാലാക്ഷി അയാളെ തിരിച്ചറിയുന്നുണ്ട്. അപ്പോഴും സമൂഹം അവരെ പരിഹാസ കഥാപാത്രങ്ങളായി കണ്ടു. കൊക്കരക്കോയിലെ വിശാലാക്ഷനും വത്സലയും എങ്ങനെയായിരിക്കും ജീവിച്ചിരിക്കുക? അവരുടെ പ്രണയത്തിൻ്റെ ഇന്ന് അവസ്ഥ എങ്ങനെയായിരിക്കും? ഇന്നിപ്പോൾ വെറുതെ ചിന്ന ചിന്ന ആസൈ എന്ന സിനിമ കണ്ടപ്പോൾ അതിനെക്കുറിച്ച് ആലോചിച്ചപ്പോൾ കൊക്കരക്കോ ഓർത്തുപോയതാണ്. വർഷ വാസുദേവ് എന്ന പുതുമുഖം എഴുതി സംവിധാനം ചെയ്ത ഒരു ഉഗ്രൻ അനുഭവമാണ് ചിന്ന ചിന്ന ആസൈ. ഇന്ദ്രൻസും മധുബാലയും അവതരിപ്പിച്ച കഥാപാത്രങ്ങളിലൂടെ വികസിക്കുന്ന സിനിമ. അപരിചിതരായ രണ്ടുപേർ വാരണാസിയിൽ വെച്ച് കണ്ടുമുട്ടുകയാണ്. മാധവൻ മാഷും ലീലയും. രണ്ട് മനസ്സുകൾ, രണ്ട് സംസ്കാരം, മൂന്നാമതൊരിടത്ത് വെച്ചുള്ള കൂടിക്കാഴ്ച. പക്ഷേ അവരെ ഒരുമിപ്പിക്കുന്ന ഒരു പ്രധാന ഘടകമുണ്ടായിരുന്നു: പ്രണയം. ആ പ്രണയത്തിൻ്റെ വേദിയായി വാരണാസി മാറി എന്ന് മാത്രം. എല്ലാം അവസാനിക്കുന്നു എന്ന് നാം പൊതുവെ കൽപ്പിക്കുന്ന മധ്യവയസ്സിലെ ജീവിതം, അല്ലെങ്കിൽ വാർദ്ധക്യത്തിലേക്ക് അടുക്കുന്ന ജീവിതം, അങ്ങനെയല്ലെന്നും ഭൂതകാലത്തിൻ്റെ അവശേഷിപ്പിനപ്പുറത്ത് പുതിയ ഉദയത്തിന് അവിടെ സാധ്യതയുണ്ട് എന്നും ആവേശകരമായി ഓർപ്പിക്കുകയാണ് ചിന്ന ചിന്ന ആസൈ. പ്രണയം കേവലം നിരാശയോ ആഘോഷമോ മാത്രമല്ല. കൊക്കരക്കോയിലെ കഥാപാത്രം കൂട്ടുകാരനോട്, വിജയകുമാറിൻ്റെ കഥാപാത്രത്തോട് ഇന്ദ്രൻസിൻ്റെ കഥാപാത്രം നിർണായകമായ ഒരു ഘട്ടത്തിൽ പറയുന്നുണ്ട്. അഗതാ ക്രിസ്റ്റി പറഞ്ഞിട്ടുണ്ട്, പ്രേമത്തിലകപ്പെട്ട യുവാവ് പരിതാപകരമായ കാഴ്ചയത്രേ എന്ന്. എന്നാൽ ഏത് പ്രതിബന്ധങ്ങളെയും ജയിക്കാൻ അവൾ എന്നോടൊപ്പം ഉണ്ടായാൽ മതി എന്ന്. അവിടെ അവളുടെ ജ്യേഷ്ഠൻ കുഞ്ചു പോലും എൻ്റെ മുമ്പിൽ വെറും കൊഞ്ചായി മാറും എന്ന ആത്മവിശ്വാസം വിശാലാക്ഷൻ അവിടെ പ്രകടിപ്പിക്കുന്നുണ്ട്. അത് പ്രണയത്തിൽ നിന്നാണ്. മാധവൻ മാഷ് ഒരു ഘട്ടത്തിൽ നിസ്സഹായയായി നിൽക്കുന്ന ലീലയുടെ കൈപിടിച്ച് മുന്നോട്ട് നടക്കുമ്പോൾ സ്നേഹത്തിൻ്റെ, പ്രണയത്തിൻ്റെ കരുത്ത് അദ്ദേഹത്തെ ധൈര്യവാനാക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. അത് ഏത് മട്ടിൽ വിശദീകരിക്കണം എന്നുപോലും അറിയാതെ തന്നെ നമുക്കതിൻ്റെ ആവേശം ഉൾക്കൊള്ളാനും കഴിയും. പറഞ്ഞു കാട് കയറുന്നില്ല. മാധവൻ മാഷ് ലീലയെ കണ്ടുമുട്ടുകയും അവർ തമ്മിൽ ഉണ്ടാക്കുന്ന പ്രണയത്തിൻ്റെ 2 ദിവസം മാത്രം നീണ്ടു നിൽക്കുന്ന ഒരു അധ്യായവുമാണ് ചിന്ന ചിന്ന ആസൈ. ഒരു കവിത പോലത്തെ സിനിമ. ഈ സിനിമ കണ്ടിറങ്ങുമ്പോഴും നമ്മുടെ മനസ്സിലൊരു നിരാശ ബാക്കിയാവും. മാധവൻ മാഷിനെ കണ്ട് മതിയായില്ലല്ലോ എന്ന നിരാശയാണത്. ഇനിയും അയാളെ വീണ്ടും കാണാൻ തോന്നും. ഇന്ദ്രൻസിൻ്റെ ആ കഥാപാത്രത്തെ, മാധവൻ മാഷിൻ്റെ ചിരി, സ്നേഹം, സന്തോഷം, ദുഃഖം, നടത്തം, കിടത്തം ഒക്കെ ഇന്ദ്രൻസ് എത്ര ഗംഭീരമായി ചെയ്തു എന്ന് സിനിമ കണ്ടാലേ മനസ്സിലാവുള്ളൂ. അതുകൊണ്ടാണ് നമുക്കത് ഇന്ദ്രൻസിനെ കണ്ട് മതിയാവില്ല. മധുബാലയ്ക്കൊപ്പം ഇരിക്കുമ്പോൾ പ്രണയത്തിൻ്റെ ആഹ്ലാദത്തിൽ അകപ്പെടുന്ന മാധവൻ മാഷിൻ്റെ ഉള്ള് നമുക്ക് മനസ്സിലാവും. അയാളുടെ ഭൂതകാലവും വർത്തമാനവും ഭാവിയും ഒക്കെ കാണാം. വർഷ വാസുദേവ് എന്ന നവാഗത സംവിധായികയുടെ ഒരു പ്രകടനം ആ കഥാപാത്രങ്ങൾ അവതരിപ്പിക്കുന്നതിലൂടെയാണ്. ഇന്ദ്രൻസിനെ പോലെ ഒരാളിൽ മാധവൻ മാഷ കണ്ടെത്തിയതിലൂടെയാണ്. അവിടെ സ്ത്രീയുടെ കാഴ്ച ഒരു സാധാരണ കഥയെ ആകെ അഴിച്ചുപണിഞ്ഞത് കാണാം. മധുബാലയുടെ കഥാപാത്രത്തിൻ്റെ അപ്പുറത്ത് ഇന്ദ്രൻസിലെ പുരുഷനെ അവതരിപ്പിച്ചതിൻ്റെ ഭംഗി, അത് ഒരുപക്ഷെ വർഷ വാസുദേവ് എന്ന ഒരു സ്ത്രീ കാഴ്ചപ്പാടിൻ്റെ അടയാളം കൂടിയായി നമ്മൾ ബോധ്യപ്പെടുന്നുണ്ട്. പ്രണയത്തിലില്ലാത്ത ഭാവം യഥാർത്ഥത്തിലില്ല. ഏകാന്തത, നഷ്ടബോധം, വിരഹം, ആഹ്ലാദം, നിസ്സഹായത, ഇങ്ങനെ സകല ഇടങ്ങളിലൂടെയും സിനിമ വണ്ടിയോടിച്ച് നമ്മളെ കൊണ്ടുപോകുന്നുണ്ട്. ഒടുവിൽ അവശേഷിപ്പിക്കപ്പെട്ട ദുഃഖഭരിതമായൊരു പ്രതീക്ഷയുണ്ട്. കടന്നുപോയതൊരു സ്വപ്നമാണോ സത്യമാണോ എന്ന സന്ത്രാസത്തിൽ നമ്മൾ എത്തിച്ചു കളയും. അങ്ങനെ ഒരു പ്രതിസന്ധിയിൽ നമ്മൾ എത്തിച്ചു കളയും. സമകാല മനുഷ്യരിൽ സ്ത്രീയും പുരുഷനും അനുഭവിക്കുന്ന ജീവിതാവസ്ഥകളിലെ വിവേചനം കൃത്യമായി സിനിമ രേഖപ്പെടുത്തുന്നുണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ ഒറ്റപ്പെടലിൻ്റെ നിസ്സഹായതയിൽ ഒരു നിമിഷത്തെ സന്തോഷം കണ്ടെത്താൻ പാടുപെടുന്ന ഒരു പെണ്ണിൻ്റെ ജീവിതം, മുന്നോട്ടുള്ള യാത്രയിൽ ഒറ്റപ്പെട്ട ഒരു പുരുഷൻ്റെ ആഹ്ലാദം, അതെന്താണ്? എല്ലാത്തിനും ഉത്തരം പ്രണയം തന്നെ. ആ പ്രണയത്തെ സിനിമയിലൂടെ അനുഭവിക്കുന്നയാൾക്ക് എങ്ങനെയും വായിക്കാം. അതുകൊണ്ട് ഞാനായിട്ട് അത് വിശദീകരിക്കുന്നില്ല. സിനിമ കണ്ടു കഴിയുമ്പം ഈ കഥയിലും സിനിമയിലും ഒക്കെ മാത്രം വാരണാസി കണ്ട ആളുകളുണ്ടാവുമല്ലോ, അവർക്ക് വ്യത്യസ്തമായൊരു വാരണാസി കണ്ട അനുഭവമായിരിക്കും. പുതിയൊരു വാരണാസി കഥയാകെ അവിടെ അവതരിപ്പിച്ചതിലൂടെ വർഷ വാസുദേവ് അത് സാധ്യമാക്കിയെടുത്തു. പറയാൻ കാരണം, ഞാൻ വാരണാസി ഇതുവരെ നേരിട്ട് കണ്ടിട്ടില്ല. പല MTയുടെ കഥയിലൂടെയും മറ്റ് ചില കഥകളിലൂടെയും സിനിമയിലൂടെയും ദൃശ്യങ്ങളിലൂടെയും ഒക്കെയാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. എന്നാൽ ഇതുവരെ കാണാത്തൊരു വാരണാസി ഈ ചിന്ന ചിന്ന ആസയിലുണ്ട്. മറ്റൊരു സ്ഥലവും ഈ സിനിമയിൽ ഇല്ല എന്നുള്ള ഒരു പ്രത്യേകത കൂടിയുണ്ട്. കഥാപാത്രങ്ങൾ അപർണ ബാലമുരളി, വിഷ്ണു അഗസ്ത്യ, തമ്പി രാമയ്യ, കാളി വെങ്കട്ട്, ജാഫർ സാദിഖ്, സായി ജനനി, ഇങ്ങനെ കുറച്ച് പേര് മാത്രമേ ഉള്ളൂ.
അവരവരുടെ വരവിനെ ശരിക്കും അവർ അടയാളപ്പെടുത്തി പോയിട്ടുണ്ട്. ആ കഥാപാത്രത്തിൻ്റെ ഒരു ഇടക്കിടക്ക് വരുന്നതാണെങ്കിലും അവരൊക്കെ ഒരു നേരം വന്നു പോയാൽ നമ്മുടെ മനസ്സിൽ അത് വല്ലാത്തൊരു വൈകാരിക അവസ്ഥയിലൂടെ കടന്നു പോകുന്ന അനുഭവമായിരിക്കും. തുടക്കത്തിൽ പറഞ്ഞ പ്രണയത്തിലേക്ക് ഞാൻ വീണ്ടും വരികയാണ്. വിശാലാക്ഷനിലും വത്സലയിലും ആരംഭിച്ച പ്രണയം. കൊക്കരക്കോ ഇറങ്ങിയത് 1995-ലാണ്. 3 പതിറ്റാണ്ടായി. ഇന്ന് 31-ാം വർഷമാണ് ഈ വർഷം. വിശാലാക്ഷനും വത്സലയും സുഖമായി ജീവിച്ചാണ്. അവരുടെ പ്രണയത്തിന് സത്യമുണ്ടായിരുന്നു. അതേ കഥാപാത്രങ്ങൾ ജീവിതത്തിൻ്റെ 2ാം ഭാഗത്തിൽ കണ്ടുമുട്ടിയാൽ എങ്ങനെയിരിക്കും? അവിടെ വിശാലാക്ഷൻ്റെയും വത്സലയുടെയും പുതിയ പതിപ്പായി കാണാനാണ് നമുക്ക് തോന്നുക. എൻ്റെ ഒരു തോന്നൽ അതാണ്. വിശാലാക്ഷനും ആ കഥാപാത്രത്തിൻ്റെ വത്സലയും ആ കഥാപാത്രങ്ങളുടെ വളർച്ചയുടെ ഒരു ഘട്ടത്തിൽ ഇപ്പോൾ എത്തി നിൽക്കുകയാണ്. അത് ചിന്ന ആസയിൽ എത്തി നിൽക്കുകയാണ്. അവിടെ ഇന്ദ്രൻസിൻ്റെ വളർച്ച നമുക്ക് കാണാം. നമ്മൾ കൊടക്കമ്പി എന്നും മറ്റ് പല രീതിയിലുള്ള ആക്ഷേപ കഥാപാത്രങ്ങളിലൂടെ ചിരിപ്പിച്ച കഥാപാത്രം, പിന്നീട് നടൻ, പിന്നീട് അദ്ദേഹം ഉണ്ടാക്കിയ ഉയർച്ച, വളർച്ച, ഏറ്റവും പുതിയ കാലത്തും അദ്ദേഹം പുതിയ സംവിധായകർക്കൊപ്പം അത് പുതിയ സ്ത്രീ സംവിധായകയുടെ നായകനായി ഒക്കെ നമ്മളെ ആസ്വദിപ്പിക്കാൻ എത്തുന്നു എന്നുള്ളതാണ് പ്രത്യേകത. അത് ഏറ്റവും ഫ്ലെക്സിബിളായി കഥാപാത്രങ്ങളെ ഓരോ കാലത്തും അയാളിങ്ങനെ എടുത്തെടുത്തെടുത്ത് തീരാത്തത്രയും ഒരു അക്ഷയഖനി പോലെ ഒരു നടനായി നിൽക്കുന്നു എന്ന് വേണം ഇതിൽ നിന്ന് മനസ്സിലാവാൻ. ഈ അടുത്ത കാലത്ത് കണ്ട കറുപ്പ് എന്ന സിനിമ, സൂര്യയുടെ കറുപ്പ്, നമ്മൾ തമിഴ് സിനിമയിൽ ആഘോഷിക്കപ്പെട്ടിട്ടുണ്ട്. അവിടുത്തെ ജനതയെ അത്ഭുതപ്പെടുത്തിയ അനുഭവമാണ്. നമുക്ക് പിന്നെ ഇന്ദ്രൻസിനെ കണ്ട് ശീലമുള്ളതുകൊണ്ടാണ്. അത് കൂടാതെ അദ്ദേഹം ആശാൻ പോലെയുള്ള മറ്റ് സിനിമകൾ, ഇപ്പോൾ വരാൻ പോകുന്ന നിരവധി സിനിമകൾ, ഇന്ദ്രൻസ് ഓരോ ഘട്ടത്തിലും ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൽ ഈ ചിന്ന ആസയും പ്രധാനപ്പെട്ടൊരു പങ്ക് വഹിക്കുന്നുണ്ട്. ഇതിലേക്ക് വരുന്നതിൻ്റെ കൊക്കരക്കോയിലെ കഥാപാത്രത്തിൽ നിന്ന്, വിശാലാക്ഷനിൽ നിന്ന് മാധവൻ മാഷിലേക്കുള്ള വളർച്ച എന്നൊക്കെ പറയാൻ വേണ്ടി ഞാൻ പറഞ്ഞെന്ന് മാത്രം. എന്തായാലും ആ വിശാലാക്ഷൻ്റെ അല്ലെങ്കിൽ ആ കഥാപാത്രത്തിൻ്റെ പുതിയ പതിപ്പായി കാണാനാണ്, അവരുടെ ആ പ്രണയത്തിൻ്റെ പുതിയ പതിപ്പായി കാണാനാണ് എനിക്ക് തോന്നുന്നത്. ഇന്ദ്രൻസും മധുബാലയും സ്ക്രീനിൽ ജീവിതം അനുഭവിക്കുമ്പോൾ ഞാൻ വെറുതെ ആലോചിച്ചു പോയി വിശാലാക്ഷൻ്റെ തുറന്ന മനസ്സിലൂടെ തന്നെ വളർന്നെത്തിയ മാധവ മാഷിനെക്കുറിച്ച്. അത് പല കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അത് ഒന്നാമതായും അവസാനമായും ഒരു കാര്യമാണ്, അവസാനിക്കാത്ത പ്രണയചക്രത്തിൻ്റെ കറക്കത്തെക്കുറിച്ച്. ആ അർത്ഥത്തിൽ അവസാനിക്കാത്ത ജീവിതചക്രം തന്നെയായി പ്രണയത്തെ അടയാളപ്പെടുത്തുകയാണ് ചിന്ന ആസൈ, മാധവൻ മാഷും ലീലയും കൂടി. നന്ദി, നമസ്കാരം.